ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇന്നൊരു സൺഡേ ആണ്. അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ബാറ്ററെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട് നമുക്ക് അരിയൊന്നും ആട്ടി വെക്കാനായിട്ട് പറ്റത്തില്ല, പൊങ്ങി വരത്തില്ല. 2-3 ദിവസം മുന്നേ ആട്ടണം. അതുമില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ പച്ചരി ഇല്ല സ്റ്റോക്ക്. അപ്പം ഞാൻ കരുതി ഇങ്ങനെ വെച്ച് തട്ടിക്കൂട്ടാം എന്ന് കരുതി അത് നമ്മളപ്പം ചുടാൻ പോവാണ്. മുട്ട ഒന്ന് ചിക്കി എടുത്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിനുള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. എനിക്ക് മുട്ട ചിക്കിയത്, പിന്നെ ഹസ്ബൻഡിന് മീൻകറി. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ. ഞാൻ അപ്പവും മുട്ട ചിക്കിയതുമായിട്ടാണ് കേട്ടോ കഴിക്കുക. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ ക്ലീനിങ്ങിലോട്ട് കടന്നു കേട്ടോ. അപ്പം ഞാൻ വെളിയിൽ നിന്ന് കളിക്കുന്നുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാനിങ്ങനെ ചെക്ക് ചെയ്യണം അവൾ എന്തെടുക്കുന്നത്. അല്ലെങ്കിൽ കണ്ണ് തെറ്റിയാൽ അവൾ പാർക്കിലോട്ട് ഓടിപ്പോവും, പിന്നെ വിളിച്ചാലൊന്നും വരത്തില്ല. അങ്ങനെ ഹസ്ബൻഡ് തിരിച്ച് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ നേരത്തെ വരാമെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്കൊന്ന് വെളിയിലൊക്കെ പോകാമെന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നെല്ലാം ജോലിയെല്ലാം തീർത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ കഴിച്ച ഫുഡൊക്കെ കഴിച്ചതിൻ്റെ പാത്രമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അത് ഏറ്റവും വലിയ ഈ തണുപ്പത്ത് പാത്രം കഴുകുക എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് രാവിലെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എഴുന്നേൽക്കാനൊന്നും തോന്നത്തതേ ഇല്ല. നമ്മുടെ വെള്ളമൊക്കെ ആണെങ്കിൽ ഐസ് കട്ട പോലായിരിക്കുന്നത് നമ്മുടെ വെള്ളം. അതുകൊണ്ട് പാത്രം കഴുകുന്ന കാര്യവും ചിന്തിക്കുക കൂടി വയ്യ. അപ്പോൾ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആവേശത്തിനെല്ലാം ചെയ്യും കേട്ടോ. അങ്ങനെ ഏറ്റവും എനിക്ക് ഈ തണുപ്പത്ത് എനിക്ക് തോന്നുന്നത് രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ മെനക്കെട്ട പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രെഡ് ടോസ്റ്റ്, എന്തെങ്കിലും അപ്പം, അങ്ങനത്തെ എന്തെങ്കിലും. കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതെല്ലാം കഴിച്ചതിന് ശേഷം പാത്രം കഴുകുന്നൊരു ത്തേക്ക് നൈനു വിശക്കുന്നെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാനൊരു മാങ്ങ ചെത്തി അവൾക്ക് കൊടുക്കുവാണ് കേട്ടോ. അവൾക്ക് അതൊക്കെ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിന്ന് സൺഡേ ആയിട്ട് ചിക്കനാണുള്ളത്. നമുക്ക് ഈ ചിക്കൻ കറിയും വെച്ചിട്ട് ബ്രെഡും കൂടെ ആയിട്ട് കഴിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. കുറച്ച് ചോറും കൂടെ വെക്കണമെന്നുണ്ട്, നമുക്ക് നോക്കാം. ഇന്ന് സൺഡേ ആയിട്ട് സ്പെഷ്യൽ ചിക്കൻ കറി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റായി. നൈനുനെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചു. ഇത് നൈനുൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവളെപ്പോഴും കളിക്കുന്ന നൈനുൻ്റെ. അവളെക്കാളും 1 വയസ്സിന് ഇളയതാണ്. ബാക്കിയുള്ളവരെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആണ്. അങ്ങനെ നമ്മുടെ ഈ ചിക്കൻ നമുക്ക് കുക്കറിൽ വേവിക്കാൻ നോക്കാം. ഇത് നാടൻ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് കുക്കറിൽ ഒരു 2-3 ഫീസിൽ അടിച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് വേഗത്തുള്ളൂ. അല്ലെങ്കിൽ വേഗാതെ കല്ല് പോലെ കിടക്കും. അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതിനുള്ള ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. ഞാൻ വീട്ടിൽ വെച്ച് അങ്ങനെ കുക്കൊന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ തരം ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു. ആദ്യം യൂട്യൂബിലൊക്കെ നോക്കിയാണ് പഠിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ നല്ല രീതിയിൽ എല്ലാം കുക്ക് ചെയ്യും കേട്ടോ. ഒരുവിധം അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഫുഡും എനിക്ക് ഉണ്ടാക്കാനും അറിയും. ഇവിടെ നോർത്തുകാരും ഉണ്ട്, പല ആൾക്കാരാണുള്ളത്. അപ്പോൾ അവർ എന്തെങ്കിലും ഫുഡ് കൊണ്ട് തരുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടൻ അവിടെ നിന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ കുക്കറിൽ അടിച്ചോന്നാണ് ചോദിച്ചത് കേട്ടോ. കുക്കറിൽ അടിക്കാതെ തിന്നാൻ അത് വേഗത്തില്ല. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുക്കറിൽ അടിക്കാതെ ഉണ്ടാക്കിയിട്ട് കുറേ നേരം ഇട്ട് വേവിച്ചിട്ടും അത് നല്ല രീതിയിൽ വെന്തില്ല. അപ്പം അങ്ങനെ കുക്കറിൽ അടിച്ചതിന് തന്നെ വഴക്കൊക്കെ പറഞ്ഞിട്ട് പോവാം കേട്ടോ പുള്ളിക്കാരൻ. അപ്പം ഇനി അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ കറി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം എടുക്കണമെന്ന് കേട്ടാണോ പറയുന്നത്. അതെങ്കിലും നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്.
ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഗ്ലാസ്സിലിട്ടാണ് കേട്ടോ. എൻ്റെ ഈ ഇടിക്കുന്ന കല്ല് എനിക്ക് ചീത്തയായി. ഞാൻ കുറേ നാൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും അത് പൊടിയും ഒക്കെ പിടിച്ചതുകൊണ്ട് ഞാൻ അതങ്ങ് കളഞ്ഞു. അപ്പോൾ ഇനി ഞാൻ വെളിയിൽ പോകുമ്പോഴത്തേക്കും വേണം എനിക്കതൊന്ന് വാങ്ങാനായിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഗ്ലാസ്സിലിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിക്കുന്നത്. മിക്സിയിലാക്കിയിട്ട് അടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. മിക്സിയിലിട്ട് അടിച്ചാൽ അങ്ങ് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ രീതിയിൽ കുറച്ച് ചതച്ച് നമുക്ക് കഴിക്കുമ്പോൾ ചെറുതായിട്ട് ആ ഇഞ്ചിയുടെ ഒക്കെ ഇത് ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിലിട്ടാണ് ഇടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിനകത്ത് നിന്ന് എടുത്തിട്ടത്. അങ്ങനെ നമ്മൾ തക്കാളി ആക്കിയിട്ട് നമ്മുടെ ചിക്കൻ കറി ഒരുവിധം ഇതായിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രമൊക്കെ അപ്പം കഴുകി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ തണുപ്പത്ത് പാത്രങ്ങളെല്ലാം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മെനക്കേടാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങനെ അപ്പം ഞങ്ങൾക്ക് തന്നെ കഴുകി വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് നോർമലായിട്ട് അങ്ങ് ചെയ്തു പോകും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ തണുപ്പ് കൊണ്ടല്ല പാത്രമൊന്നും കഴുകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ 5 മണി വരെ വെയിറ്റ് ചെയ്യണം. ഞാൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ വെളിയിൽ പോയിട്ട് വരാം. ബൈ. ഇന്ന് നമ്മൾ മാളിലോട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ അന്ന് പോയ മാളല്ല, ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മാളിൽ വരുന്നത്. ഇത് അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ മാളാണ് കേട്ടോ. ഭയങ്കര വലിയൊരു മാളായിരുന്നു. അപ്പം ഞാനും നയനവും കൂടെ കയറിപ്പോട്ടോ. ചേട്ടനാട്ടോ വീഡിയോ തരുന്നത്. അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിക്കുക മതിയോ എന്ന്. ഞാൻ ചേട്ടൻ പുറകിനുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഭയങ്കര വലിയ മാളായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷേ ഞാൻ വന്നത്. പക്ഷെ കണ്ടപ്പോൾ കുറച്ച് തുണികളുള്ള കടകൾ മാത്രമല്ല, അത് വേറൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇതിനേക്കാൾ നല്ലത് നമ്മുടെ എക്സസ് മാൾ തന്നെയാണ് കേട്ടോ. ഇത് അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കുറേ തുണിയുടെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അതാണെങ്കിലും ഒടുക്കത്തെ വിലയും, നമുക്ക് തൊടാൻ പറ്റാത്ത രീതിയിലുള്ള വില കേട്ടോ. അങ്ങനെ ഞാൻ ചേട്ടനൊന്ന് നോക്കാനായിട്ട് കയറിയതാണ്. പക്ഷേ ഒന്നും ഇഷ്ടപ്പെടാതെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും അതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് അതിനോട് തന്നെ ചേർന്ന് വേറൊരു മാളും കൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ക്രിസ്മസിൻ്റെ വൈബിലൊക്കെ അവരുടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കുകയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഡിമാർട്ടിലോട്ട് പോകാനായിട്ടാണ് ഇരുന്നത് കേട്ടോ. ഡിമാർട്ടിൽ പോയി കുറച്ച് സാധനം വാങ്ങാൻ. അവിടുന്ന് ഞങ്ങളൊരു പോപ്കോണും നൈനൂനും ചേട്ടനും ഒരു ഐസ്ക്രീമും വെച്ച് കഴിച്ചു. തണുപ്പാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ വീട്ടിലോട്ട് വിടുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.